കാര്യം പോട്ടെ. എന്റെ അച്ഛന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഞങ്ങൾ ഈ തറവാട്ടിലെ അന്തേവാസികളായിട്ട് കിടക്കുക. പക്ഷേ ഗാഥാ ശ്രീനിവാസിനെ പോലൊരു പെണ്ണിനെ ഇങ്ങനെ പുച്ഛിച്ച് ചിരിക്കാൻ മുത്തശ്ശിക്ക് എന്താ യോഗ്യത? ഈ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളാണെന്നേ ഉള്ളൂ. അല്ലാതെ മുത്തശ്ശി ഈ ലോകത്ത് അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. കളരിക്കിലെ സരസ്വതി എന്ന് പറഞ്ഞ ആർക്കറിയാൻ പറ്റും? കുറെ പൂജാരിമാർക്കും ജ്യോത്സ്യമാർക്കും അല്ലാതെ. മുത്തശ്ശി പറയുന്ന കാര്യങ്ങൾ കേട്ട് അങ്ങനെ ഗാഥ തല കുനിക്കേണ്ട കാര്യമൊന്നുമില്ല. സിത്താര ശ്രീനിവാസ്, ഗാഥ ശ്രീനിവാസ് എന്നൊക്കെ പറഞ്ഞാലേ സൊസൈറ്റിയില് അംഗീകാരമുള്ള പേരുകളാ. അതിന്റെ താഴെ വരും കളരിക്കൽ സരസ്വതി എന്നുള്ള പേര്. ചില കാര്യങ്ങള് ഇപ്പൊ ഞാൻ ക്ഷമിക്കാൻ തീരുമാനിച്ചതുകൊണ്ടാ കീർത്തി. ഏയ്, ഗാഥയ്ക്ക് അങ്ങനൊരു വേഷം ചേരില്ല. എനിക്ക് ഗാഥയോട് ഏറ്റവും ഇഷ്ടം തോന്നാനുള്ള കാരണം എന്താണെന്ന് അറിയോ? ആരെയും വകവയ്ക്കാത്ത ഒരു നിലപാടുണ്ട് ഗാഥയ്ക്ക്. വിട്ടുകൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനം. അന്തസ്സുള്ള പെണ്ണുങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരുത്തനും അധികാരമില്ല എന്നുള്ളൊരു ഭാവമുണ്ട്. അതൊക്കെയാ. അങ്ങനെ ബഹുമാനിക്കാനോ ആരാധിക്കാനോ തോന്നുന്ന ഗാഥയെ എനിക്ക് കാണേണ്ടത്. അതൊരു ത്രില്ല ഗാഥ. എന്നെ നോക്കിക്കോ കീർത്തി, അധികം വൈകാതെ ഈ മുത്തശ്ശി ഞാനൊരു പാഠം പഠിപ്പിക്കും.